കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് എതിരെ വരുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് വെളിപ്പെടുത്തി ആക്ടിവിസ്റ്റായ ശ്രീലക്ഷ്മി അറക്കൽ പൊട്ടിക്കരിഞ്ഞത് വൈറലായിരുന്നു. ആ വൈറൽ അഭിമുഖത്തെക്കുറിച്ച് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. എവിടെ എന്ത് പറയണമെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയില്ലെന്ന് സായി കൃഷ്ണ പറയുന്നു. ശ്രീലക്ഷ്മിയുടെ വൈറൽ അഭിമുഖം കണ്ടപ്പോൾ അവരുടെ അവസ്ഥ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. സൈബർ ബുള്ളിങ്ങിന് പ്രശ്നമല്ല, ഞാൻ പുരോഗമനവാദിയുമായി മുന്നോട്ട് പോകുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാലും ഏതൊരു കാര്യങ്ങളും ചില കാര്യങ്ങൾ ബാധിക്കും. ശ്രീലക്ഷ്മിയുടെ കരച്ചിൽ കണ്ടപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. ശ്രീലക്ഷ്മി അറക്കലിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ശ്രീലക്ഷ്മി അറപ്പ് എന്ന് പറയാനുള്ള ഇഷ്ടമെന്നും ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു മാറ്റമില്ല. ദീപക് ഷിംജിത വിഷയത്തിൽ ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് അവരോട് അറപ്പ് തോന്നിയത്. പക്ഷെ അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സൈബർ ബുള്ളിങ് അവസ്ഥ ഞാൻ മാനിക്കുന്നു. അത് കടന്നു വരാൻ അവർക്ക് സാധിക്കട്ടെ. പ്രോഗ്രസീവായ ചിന്തകളെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് ശ്രീലക്ഷ്മി. പക്ഷെ ഇവിടെ എന്ത് പറയണമെന്ന് അവർക്കറിയില്ല. ഇന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളല്ല നാളെ മറ്റൊരു അഭിമുഖത്തിൽ പറയുന്നത്. മൂഡിനെ അനുസരിച്ചാണ് സംസാരിക്കുന്നത്. ഈ കാരണം കൊണ്ടാണ് ശ്രീലക്ഷ്മി പലപ്പോഴും വിമർശനം ഏറ്റുവാങ്ങുന്നതും ഏറിപ്പോകുന്നതും. പക്ഷേ ബേശിയെന്ന് അവരെ വിളിക്കുന്നവർ എനിക്ക് യോജിപ്പില്ല. കാരണം ഇത്തരം പേരുകൾ ഇട്ട ആളുകൾ വിളിക്കുന്നതിന് മുമ്പ് അനുഭവിച്ചിട്ടുള്ള ട്രോമകളും എല്ലാം കൂടിയാകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ താളം തെറ്റും. ശ്രീലക്ഷ്മി പൊതുവേദിയിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മുഖം കൂടി ശ്രീലക്ഷ്മിക്കുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി എന്ന് സായി കൃഷ്ണ പറയുന്നു. ദിലീപിനെക്കുറിച്ച് ശ്രീലക്ഷ്മി പ്രതികരിച്ചപ്പോൾ തന്റെ അഭിപ്രായം സായി കൃഷ്ണ വെളിപ്പെടുത്തി. ഫാഫാവയിൽ അഭിനയിച്ചതിന് അന്ന് മോഹൻലാൽ പറയുന്നതെല്ലാം ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. തെറി വിളിച്ചില്ലെന്ന് മാത്രം. പിന്നെ ദിലീപിന് ഇതിനോടകം കോടതി വെറുതെ വിട്ട് കഴിഞ്ഞു. തെളിവുകൾ നിർത്തി കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇനി മേൽക്കോടതിയിൽ പോയി അപ്പീൽ കൊടുക്കണമെന്നോ മറ്റെന്തെങ്കിലും നടക്കുമെന്നോ നടക്കട്ടെ. നിലവിൽ അയാൾ കുറ്റവിമുക്തനാണ്. കേസ് ക്ലോസ്ഡ് ആണ്. എന്റെ തോന്നൽ ദിലീപ് ക്ലീൻ ആണെന്ന ഫീലിംഗ് എനിക്കില്ല എന്ന് മെന്റലായി പറഞ്ഞു നിർത്തേണ്ടുന്ന സ്ഥലത്ത് ദിലീപ് സിനിമകൾക്കെതിരെ ദിലീപ് കാവ്യമാധവൻ വിഷയം സംസാരിക്കുമ്പോൾ ഒരാളെ മൊത്തത്തിൽ സൈഡ് ലൈൻ ചെയ്യുന്നത് പോലെയാണ് ശ്രീലക്ഷ്മിയുടെ സംസാരം. സൈബർ ബുള്ളിങ്ങിന്റെ പേരിൽ ശ്രീലക്ഷ്മി കരഞ്ഞു. കുറ്റവിമുക്തനായിട്ട് പോലും കമന്റ് ബോക്സിൽ പിന്നിൽ നിന്ന് കൊട്ടേഷൻ കൊടുത്തവനാണെന്ന വിളി ദിലീപ് കേൾക്കുന്നു. അയാൾ എത്ര കഴിഞ്ഞു കാണുമെന്ന് കൂടി ശ്രീലക്ഷ്മി ചിന്തിക്കണം. അതുകൂടെ ശ്രീലക്ഷ്മി ആഗ്രഹിക്കുന്ന സൊസൈറ്റിയിൽ കൺസിഡറേഷൻ അയാൾക്കും എത്തണ്ടേ. പിന്നെ മഞ്ജു വാര്യർ വീട്ടിലെത്തി ടാലന്റ് നശിപ്പിച്ച വിഷയം. മഞ്ജു വാര്യർ വീട്ടിലിരിക്കാൻ തയ്യാറായിക്കൊണ്ടല്ല, അല്ലാതെ ദിലീപ് കെട്ടിയോന്ന് തല്ലി അവശയാക്കിയോ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞൊന്നും മഞ്ജു എങ്ങും പറഞ്ഞിട്ടൊന്ന് വന്ന് പറഞ്ഞോ?